മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് കൊരേച്ചാൽ 3-ാം വാർഡിൽ ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ ഒരു വാർഡ് മെമ്പർക്ക് കിട്ടണ ഓണറേറിയം തുക അത് മുഴുവനായിട്ടും എൻ്റെ നാടിന് വേണ്ടി ഞാൻ ചെലവഴിക്കും. എൻ്റെ നാട്ടുകാർക്ക് എന്താണ് ആവശ്യം, അത് പാവപ്പെട്ടവർക്കായാലും ചികിത്സ സഹായമായാലും ആ മുഴുവൻ തുകയും 1 രൂപ പോലും ഞാൻ എടുക്കാതെ തന്നെ എൻ്റെ നാടിന് വേണ്ടി ഞാൻ ചെലവഴിക്കും. കൊരേച്ചാൽ വെട്ടിയാടഞ്ചിറ ഭാഗത്ത് ചിറയോട് ചേർന്ന പുറമ്പോക്ക് സ്ഥലത്ത് നമ്മളൊരു പാർക്ക് നമ്മൾ നിർമ്മിക്കും. ചെമ്പുചിറ എടത്തങ്കുന്ന് റോഡ് അത് ആ ഭാഗത്തെ ജനങ്ങളുടെ വലിയൊരു പ്രശ്നമാണ്. ആ റോഡിൻ്റെ പണി എത്രയും പെട്ടെന്ന് നമ്മൾ പൂർത്തീകരിക്കും. കൊരേച്ചാൽ കിരാത പാർവതി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ വശത്തുള്ള റോഡിൻ്റെ പകുതി ഭാഗം അവിടെ കോൺക്രീറ്റ് വഴി ആയിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഭാഗം കൂടി നമ്മളത് കോൺക്രീറ്റ് ചെയ്ത് പൂർത്തീകരിക്കും. കൊരേച്ചാൽ ഗ്രീൻ വാലി റോഡ് അത് ഒരു 35ഓളം വീടുകൾക്കുള്ള ഒരു മെയിൻ വഴിയാണ്. ആ വഴി ഇപ്പം ശരിയാക്കാന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ അവിടെ ഫ്ലക്സ് വെക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റോഡിന് ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും നമ്മൾ ആ റോഡ് എന്തായാലും റെഡിയാക്കിയിരിക്കും. ആ റോഡിൻ്റെ സൈഡ് ഭാഗത്ത് ഒരു കാന വളരെ അപകടമായ രീതിയിലാണ് അതുള്ളത്. ആ കാനയുടെ കാര്യത്തിൽ നല്ലൊരു സേഫ്റ്റി നമ്മൾ ഉറപ്പ് വരുത്തും. ആ കാര്യം ഞാൻ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഉറപ്പ് തരുകയാണ്. നമ്മുടെ വാർഡിലെ 60 വയസ്സ് പൂർത്തീകരിച്ച എല്ലാവർക്കും നമ്മൾ ക്ഷേമ പെൻഷൻ നമ്മൾ ഉറപ്പ് വരുത്തും. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം മിനിമം 100 തൊഴിൽ ദിനങ്ങൾ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് തരികയാണ്. നമ്മുടെ വാർഡിൽ വീടില്ലാത്ത അർഹരായ എല്ലാവർക്കും പ്രധാനമന്ത്രി ആവാസ് യോജന വഴിയും ലൈഫ് മിഷൻ വഴിയും വീടുകൾ നൽകാനായിട്ട് നമ്മൾ ശ്രമിക്കും. വാർഡിലെ മുഴുവൻ വീടുകളിലും കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തും. വാർഡിലെ അർഹരായ മുഴുവൻ കർഷകർക്കും കിസാൻ സമ്മാന നിധി വഴി സഹായം ഉറപ്പുവരുത്തും. വാർഡിലെ മുഴുവൻ ജനങ്ങൾക്കും പ്രധാനമന്ത്രിയുടെ അപകട ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് നമ്മളെല്ലാ ജനങ്ങൾക്കും നമ്മൾ ഉറപ്പുവരുത്തും. ഒരേച്ചാൽ പുല്ലരിക്കൽ നാരായണൻകുട്ടിയുടെ വീടിൻ്റെ സൈഡിൽ കൂടെയുള്ള റോഡ് 11 വീടുകൾ ഉള്ള റോഡാണ്. ആ റോഡ് ടാർ ചെയ്യാനോ കോൺക്രീറ്റ് ചെയ്യാനോ നമ്മൾ ശ്രമിക്കും. ഒരേച്ചാൽ കിരാതപാർവതി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള ഒരു റോഡിൻ്റെ കാനര കോൺക്രീറ്റ് പകുതിയായിട്ട് അവിടെ കിടക്കുകയാണ്. മാസങ്ങളായി അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് അതിൻ്റെ പൂർത്തീകരണം നമ്മൾ നടത്തും. നമ്മുടെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഏതൊരു പദ്ധതികൾ പ്രഖ്യാപിച്ചാലും അതേ ദിവസം തന്നെ നമ്മുടെ വാർഡിലെ ജനങ്ങളുടെ കയ്യിലേക്ക് ആ പദ്ധതി എന്താണെന്ന് അറിയിക്കാനുള്ളൊരു സംവിധാനം നമ്മളിവിടെ കൊണ്ടുവരും. കാരണം നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും പല പദ്ധതികളെ കുറിച്ച് അറിയില്ല. ഈ ഒരു മാർഗത്തിൽ കൂടെ എല്ലാ പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കും. നമ്മുടെ നാട്ടിലെ എല്ലാ പിള്ളേരുടെയും വലിയൊരു ആവശ്യമാണ് ഒരു പൊതു കളിസ്ഥലം. നമ്മുടെ നാട്ടിലെ നമ്മൾ ജയിച്ചു വരികയാണെങ്കിൽ ആ നമ്മുടെ യുവാക്കൾക്കായിട്ട് ഞാൻ ഉറപ്പ് തരികയാണ്, നമ്മൾ ഈ എൻ്റെ നാട്ടിൽ ഒരു പൊതു കളിസ്ഥലം നമ്മൾ കൊണ്ടുവരുന്നുള്ള കാര്യം. നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരായ കുട്ടികളുടെ വലിയൊരു പ്രശ്നമാണ് +2 കഴിഞ്ഞാലും SLC കഴിഞ്ഞാലൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ രക്ഷിതാക്കൾക്ക് തന്നെ കറക്റ്റ് അറിയില്ല എങ്ങനെ അവർക്ക് അടുത്ത ഉന്നത വിദ്യാഭ്യാസം എന്ത് രീതിയിൽ ചെയ്യണമെന്ന്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും നമ്മൾ ഹൈസ്കൂൾ കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും നമ്മൾ കരിയർ ഗൈഡൻസ് നമ്മൾ ഉറപ്പ് വരുത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ PSC UPSC എക്സാമുകൾക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമ്മളിവിടെ കണ്ടക്ട് ചെയ്യും. നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാർക്കും അമ്മമാർക്കും ചേച്ചിമാർക്കും ഒക്കെ പല സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് നമ്മൾ അവരുടെ കൂടെ നിൽക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സംരംഭകൻ എന്ന നിലയിൽ എനിക്കറിയാം നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പോൾ നമ്മുടെ ജീവിത നിലവാരം ഉയർത്തണമെങ്കിൽ സ്വന്തമായി ഒരു സ്വാതന്ത്ര്യമായി നമുക്ക് ജോലി ചെയ്യണമെങ്കിൽ സ്വന്തം സംരംഭങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഗ്രൂപ്പുകളായിട്ടും നമ്മൾ പല ലോണുകളായാലും MSME ലോണുകളായാലും നമ്മളൊരു ഗ്രൂപ്പായിട്ട് ഉള്ള സംരംഭങ്ങൾ നമ്മളിവിടെ തുടങ്ങാനായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കും. നമ്മുടെ കൊരേച്ചാൽ ഓളിപ്പാട സെൻറ്ററിലുള്ള നമ്മുടെ കൈരളി വായനശാല, ഈ നമ്മുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാർ പോലും ഇന്ന് ആ വായനശാലയിൽ പോവില്ല. നമ്മുടെ ആളുകൾക്ക് അവിടേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളൊരു മെമ്പറായി വരികയാണെങ്കിൽ ആ ലൈബ്രറി നമ്മുടെ നാട്ടിലെല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കും. അതിൻ്റെ മേൽഭാഗമൊക്കെ പ്രസ് അടിച്ച് അതിൽ റീഡിംഗ് റൂം സംവിധാനമൊക്കെ നമ്മൾ ചെയ്ത് ഒരു എല്ലാവർക്കും ആക്സസിബിൾ ആയ രീതിയിലേക്ക് നമ്മൾ ആ വായനശാലയെ നമ്മൾ മാറ്റിയെടുക്കും. നമ്മുടെ കൊരേച്ചാലിലെ ഹോമിയോ ആശുപത്രിക്ക് നല്ലൊരു കെട്ടിടം, ഗ്രാമമന്ദിരം ഹോസ്പിറ്റലും കൂടി പ്രവർത്തിക്കാവുന്ന ഒരു 2 നില കെട്ടിടം, അതിനുള്ളൊരു മാസ്റ്റർ പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മളൊരു വാർഡ് മെമ്പറായിട്ട് വരികയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. നമ്മുടെ നാട്ടിൽ വിളവെടുക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് തന്നെ കിട്ടാവുന്ന ഒരു സംവിധാനം നമ്മളിവിടെ കൊണ്ടുവരും. നമ്മളെ അംഗനവാടിയുടെ നിലവാരം നമ്മൾ ഉയർത്താനായിട്ട് ശ്രമിക്കും. നമ്മളൊരു വാർഡ് മെമ്പറായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കേരളം തന്നെ നോക്കുന്നൊരു വാർഡാക്കി നമ്മളിവിടെ മാറ്റും. അത് ഞാൻ എൻ്റെ നാട്ടുകാർക്ക് ഞാൻ കൊടുക്കുന്ന വാക്കാണ്.